സബക്കിൽ ചോദ്യോത്തര സെഷൻ ആരംഭിച്ചു. UAE ഷെയ്ഖ് സായിദ് മസ്ജിദിൽ റോബോട്ട് ഇമാം നിന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലെ മതനിലപാട് സംബന്ധിച്ചായിരുന്നു പ്രഥമ ചോദ്യം. ഉസ്താദ് തൊട്ടുമുന്നിലെ സ്ക്രീനിൽ D7 സ്പർശിച്ചു. പ്രസ്തുത വിദ്യാർത്ഥി എഴുന്നേറ്റ് നിന്നു. ചോദ്യങ്ങൾ പിന്നെയും തുടർന്നു. റെഡ് ലൈറ്റ് മിന്നിയ ഇരിപ്പിടങ്ങൾ താഴ്ന്നു. ഉത്തരം ഉസ്താദിനു സംതൃപ്തമായെങ്കിൽ ഗ്രീൻ തെളിയും. വിദ്യാർത്ഥിക്ക് സീറ്റിൽ തന്നെ തുടരാം. മഅദിൻ അക്കാദമിയുടെ 21ാം വാർഷികത്തിൻ്റെ സന്തോഷത്തിലാണ് നമ്മളേവരും. എന്നാൽ ഈ ഒരു 21ാം വാർഷികത്തിൻ്റെ സന്തോഷത്തിന് ഒരല്പം മാറ്റുകൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകതരം മത്സരമായിട്ട് എത്തിയിരിക്കുകയാണ് മഅദിൻ കുല്ലിയ ഓഫ് ഇസ്ലാമിക് സയൻസ് സ്റ്റുഡൻസ് യൂണിയൻ. 2050 മഅദിൻ എങ്ങനെയായിരിക്കും എന്നുള്ളതായിരുന്നു ആ മത്സരം. ഭാവനയിൽ വിരിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മളേവരെയും അതിശയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2050 മഅദിൻ എങ്ങനെയാണ് എന്നുള്ളത് ഇവരുടെ ഭാവനയിൽ വിരിഞ്ഞ കാര്യങ്ങൾ എഴുതി വെച്ചത് സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത് വൈറലായതാണ്. ആ വൈറൽ എഴുത്തുകാരും മറ്റ് മത്സരാർത്ഥികളും ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. 2050 മഅദിനിൽ നടക്കുന്നൊരു സ്വലാത്തിൽ യജൂബാർ ക്യാമ്പസിൽ നിന്നും സ്വലാത്ത് നഗറിലേക്ക് ഒരു കേബിൾ കാറിൽ വരുന്ന കുട്ടികൾ, ഹൈപ്പർ ലൂപ്പിൽ വരുന്ന ഷെയ്ഖുന തങ്ങൾ ഉസ്താദ്, അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളാണ് ഇവരുടെ ഭാവനകളിൽ വിരിഞ്ഞത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സിറാജുദ്ദീൻ പെരുമുഖം നമ്മളോടൊപ്പം ചേരുകയാണ്. നമ്മൾ മഅദിനിൽ 8 വർഷത്തോളമായി പഠിക്കുന്നു. സ്ഥാപനത്തിൻ്റെ ഓരോ ചലനങ്ങളും നീക്കുപോക്കുകളും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും 2050 മഅദിൻ എന്ന് ഊഹിക്കാമായിരുന്നു. നമ്മുടെ ഷെയ്ഖുന സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദിൻ്റെ സെഷനുകളിലായി പലപ്പോഴും മഅദിൻ്റെ പുതിയ ആശയങ്ങളും പുതിയ ചിന്തകളുമെല്ലാം നമ്മൾ പങ്കുവെക്കാറുണ്ട്. 50 വർഷം മുമ്പുള്ള ആത്മീയതയും 50 വർഷങ്ങൾക്ക് ശേഷമുള്ള ടെക്നോളജിയുടെയും ഒരു സമന്വയമാണ് മഅദിൻ്റെ വിഷൻ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ആശയത്തിൽ നിന്ന് നമുക്ക് എപ്പോഴും വലിയ പ്രചോദനം ലഭിക്കാറുണ്ട്. ആ ഒരു പ്രചോദനത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു കുറിപ്പ് രൂപപ്പെടുന്നത്. സ്ഥാപന പരിസരം കൃത്രിമമായി പെയ്യിച്ചു. ഇന്നത്തെ താപനില 55 ഡിഗ്രി സെൽഷ്യസ് ആണ്. 1.5 വർഷം മുമ്പാണ് അവസാനമായി മഴ പെയ്തത്. സ്വലാത്ത് ദിവസമാണിന്ന്. അതിലുപരി ഉസ്താദിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിനം കൂടിയാണ്. അന്താരാഷ്ട്ര സർവകലാശാലകളിൽ നിന്നും ഡോക്ടറേറ്റ് സ്വന്തമാക്കിയ 100 അദനി പണ്ഡിതന്മാരെ ആദരിക്കുകയാണ്. മഅദിൻ്റെ 110ാമത് സ്ഥാപനമായ പസഫിക് സമുദ്രത്തിലെ ഓഷ്യൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തലവനും 2049 നോബൽ പ്രൈസ് ജേതാവുമായ ഡോക്ടർ ദാവൂദുൽ ഹക്കീം അദനി സ്ഥാപനത്തിൻ്റെ ആദരം ഏറ്റുവാങ്ങുകയാണ്. ഹൈപ്പർ ലൂപ്പും എജു പാർക്കിലെ കേബിൾ കാറും മാത്രമല്ല, ബഹിരാകാശത്ത് നിന്നും സൗരോർജ്ജം നേരിട്ട് ഭൂമിയിലെ പ്ലാന്റുകളിലേക്ക് എത്തിക്കുന്ന ഇന്റർമെട്രോ സോളാർ പദ്ധതികളും ഇവരുടെ മത്സരാർത്ഥികളുടെ ഭാവനയിൽ വിരിഞ്ഞ മറ്റൊരു കാര്യം തന്നെയാണ്. നമുക്ക് അത്തരം ഭാവന എഴുതിയിട്ടുള്ള അനസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ബഹിരാകാശത്ത് സൗരോർജ്ജം നേരിട്ടെത്തിക്കുന്ന പദ്ധതി, അതേപോലെ മഅദിൻ മുസ്ലിം യൂണിവേഴ്സിറ്റി, ഇതൊക്കെ ഇത്തരം ഒരു ഭാവനയിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്താണ് തോന്നിയിട്ടുണ്ടായിരുന്നത്? തീർച്ചയായും ഇതിന് പിന്നിലുള്ളത് നമ്മുടെ ഷെയ്ഖുന ബദർ ഉസ്താദ് തന്നെയാണ്. കാരണം ഉസ്താദിൻ്റെ ഓരോ ക്ലാസ്സുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഉസ്താദിൻ്റെ അനുഭവങ്ങളും ഉസ്താദിൻ്റെ ആശയങ്ങളും അത്രത്തോളം നമ്മെ സ്വാധീനിച്ചിട്ടുണ്ട്. വിപ്ലവകരമായ മാറ്റമാണ് മഅദിനിലേക്ക് ഉണ്ടായിട്ടുള്ളത്. അത്തരം ഒരു ചരിത്രം മനസ്സിലാക്കുമ്പോൾ ഉസ്താദിൻ്റെ ആശയങ്ങളിലൂടെ നമ്മൾ മഅദിനെ വായിക്കുകയാണെങ്കിൽ ഭാവിയിലും മഅദിൻ ത്വരിതഗതിയിൽ വളരാൻ സാധ്യതകളേറെയാണ്. മഅദിൻ സ്പേസ് അക്കാഡമിയിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികളുടെ ഇടപെടൽ മൂലമാണ് കഴിഞ്ഞ കാലയളവിൽ ISROക്ക് കീഴിൽ ഇന്ത്യൻ സ്പേസ് സ്റ്റേഷൻ തുടങ്ങാനായത്. അടുത്ത മാസം നടക്കാനിരിക്കുന്ന മഅദിൻ ഗോൾഡൻ ജൂബിലിയുടെ വിശിഷ്ടാതിഥിയായി വരുന്ന ഇലോൺ മസ്കാണ് മഅദിൻ മുസ്ലിം യൂണിവേഴ്സിറ്റി ഇന്റർ സോളർ മെട്രോ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കുട്ടികളിൽ ഇത്തരം ഭാവനകളൊക്കെ വളരണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മത്സരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഇത്തരം ക്രിയേറ്റീവായിട്ട് എഴുതിയ ഈ കുട്ടികൾക്ക് ഇതൊക്കെ എഴുതാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൊടുത്തത് മഅദിൻ കുല്ലിയ ഓഫ് ഇസ്ലാമിക് സയൻസിൻ്റെ സ്റ്റുഡൻസ് യൂണിയൻ കോർഡിനേറ്റേഴ്സാണ്. കോർഡിനേറ്റേഴ്സിൽ ഒരാളായ മുനവ്വിർ നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ ഒരു മത്സരത്തിൻ്റെ ആശയത്തിലേക്ക് എത്തിയത്? മഅദിൻ അക്കാദമിയുടെ 21ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് പദ്ധതികൾ നമ്മളെ ചർച്ചയിലുണ്ടായിരുന്നു. അങ്ങനെ ആ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തപ്പോൾ വിദ്യാർത്ഥികളെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഒരു മത്സരം കൊണ്ടുവരണം എന്നുള്ള ഒരു ആശയം വന്നു. അപ്പോൾ അതിൻ്റെ ചർച്ചകൾ നടന്നപ്പോൾ ഒരു കൂട്ടുകാരന് പങ്കുവച്ചതായിരുന്നു. ഉസ്താദ് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദ് ഒരുപാട് വലിയ ആലോചനകളും പ്ലാനിങ്ങുകളും ഉള്ള ഉസ്താദാണ്. അപ്പോൾ
കുട്ടികളിലും അതുപോലെ വലിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അത് ഒന്ന് നമുക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു രൂപത്തിലൊരു മത്സരം സംഘടിപ്പിച്ചാലോ എന്ന ആശയം വെക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മറ്റു ഉസ്താദുമാരോടൊക്കെ ഈ സംഭവം പങ്കുവെച്ചപ്പോൾ ഉസ്താദുമാരൊക്കെ വളരെ ആവേശത്തോടെയാണ് ഇതിനെ ഏറ്റെടുത്തത്. മത്സരം പ്രഖ്യാപിച്ച് വിദ്യാർത്ഥികളുടെ കുറിപ്പുകളും കാര്യങ്ങളും ലഭിച്ചപ്പോൾ നമ്മൾ ആലോചിച്ചതിനേക്കാൾ വലിയ മികച്ച കുറിപ്പുകളാണ് ഓരോ വിദ്യാർത്ഥികളും ഇതിന് നൽകിയിട്ടുള്ളത്. ചിന്തകൾക്കും ഭാവനകൾക്കും സ്വപ്നങ്ങൾക്കും ഒരിക്കലും അന്ത്യമില്ല. ഉസ്താദിൻ്റെ വിഷൻ എപ്പോഴും മുന്നോട്ട് തന്നെയാണ്. ഉസ്താദിൻ്റെ വിഷനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ അണിയറയിൽ ഇത്തരം വിദ്യാർത്ഥികളെ ഉസ്താദ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്താദിൻ്റെ ആ വിഷനുകളും ഇവരുടെ ഭാവനകളും എല്ലാം പൂവണിയട്ടെ എന്ന ആശംസയോടെ മഅദിൻ കുലിയ ഓഫ് ഇസ്ലാമിക് സയൻസ് ബുഖാരി ദർബാർ ഹാളിൽ നിന്നും ടീം മഅദിൻ അപ്ഡേറ്റ്സ്.